പത്താളുടെ മുത്തുമ്പോഴേക്ക് എന്റെ ബസ് പോകും പറയും. അതിന് നിങ്ങളുടെ ബസ് അപ്പോഴാണ് രാവിലെ 6 മണിക്കല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് 4 മണിക്ക് പുറപ്പെടുക. മുത്തി 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 പോകുമ്പോഴേക്ക് സമയം കട്ടാവും. അപ്പൊ തന്നെ പറ്റാവും. അയ്യേ, അതല്ല, ആ കുട്ടികൾ സ്നേഹത്തോടെ എന്റെ ബുദ്ധിമുട്ടി പറഞ്ഞതല്ലേ. നിങ്ങെന്തിനാണ് മേലാണ്ടെനിക്ക് വിചാരിക്കുന്നത്? സ്നേഹത്തോടെ 4 മുത്തി ചെറിയത്തിന് പറ്റുന്നു. നിങ്ങളാണ് എന്നെ പുറത്തെ കുഞ്ചിത്തല്ല. അപ്പൊ നമ്മുടെ അപ്പൻ ഇപ്പോഴും ഉണ്ടാ? നിങ്ങളുടെ കുട്ടിയത് നിങ്ങളുടെ ഭർത്താവേ ഞാൻ വല്ലത് വേർതിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നിങ്ങളുടെ കെട്ടിയവൻ ചത്തമ്മ അതിന്റെ 6 വരി ഭാര്യയാണ് ഈ രീതിയാണ്. ഈ രീതി വന്നു പറഞ്ഞു നിങ്ങളെ വലിയ കുറവ് വരുത്തിയപ്പോ അതിന്റെ വെള്ളവും കുറവാണ്. 10 വയസ്സ് കുടി തന്നില്ലെങ്കിലും പണം കായ്ക്കണം മരമേ. 10 വയസ്സ് കുടി തന്നിരിക്കും, പിന്നെന്താന്ന് പണം കഴിക്കണം മരം. കാപ്പി കടം വെച്ചിട്ട് പോയി ആ ചാക്കണക്കാരൻ 3 വർഷം വന്നിട്ട് വെള്ളത്തന്റെ കൈയിട്ടടാ. നീ എന്ത് പെട്ടെന്ന് മുഖം വിചാരിച്ചില്ലടാ. ഞാൻ എന്ത് പറഞ്ഞിട്ട് നിങ്ങളെന്താന്ന് വലിയ പതിൽ വണ്ടി കയറും രണ്ടും ഒരേപോലെ. ചാക്കണക്കാരൻ മുഖത്താക്കൾ ചെഞ്ചി കഴിയുമ്പോ നിങ്ങൾ നോക്കി നിന്നാ അവൻ വരുമ്പോഴേക്കും വിചാരിച്ചു അയ്യേ, അതല്ല നിങ്ങളുടെ കണ്ണാക്ക് പടിയാണ്. എനിക്കത് കണ്ണാക്ക് കൊടുക്കാൻ കൂടിയില്ല. അന്നത്തെ രാവിലെ മഴ. അതിന് മഴയ്ക്കും കണ്ണാക്കും എന്താ ബന്ധം? നല്ല പോലെ മഴയത്ത് കണ്ണാക്ക് കൊടുത്ത വെളിയിൽ കേൾക്കുക. അപ്പൊ കൊട്ടിയവൻ വെച്ചപ്പോ എത്ര പോയി? 12 കൊല്ലം. 12 കൊല്ലമായാ? എന്താ പറയുക, ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. എന്റെ കൂടെ 25 അതല്ല ചാപ കൊടുത്തമ്മ. ഇല്ല, ഞാൻ രാത്രി കണ്ടു വെച്ചേക്കണം. അതല്ലാന്ന് ഞാൻ ഉണ്ണിയെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ അടിയായിട്ട് എനിക്ക് ഓർമ്മത്തിന് കുറവാണ്. അതല്ല, എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാനും മരിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് മരിച്ചില്ലേ? അപ്പം മരിച്ച അന്ന് ഞാനും മരിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ അവിടെ കണ്ടില്ലല്ലോ. ചുമത്ത് നിൽക്കാൻ പറ്റിയതായിട്ടെല്ലാം പറഞ്ഞു. ഞാൻ തലക്കം മാറ്റും നേട്ടം കുറച്ച് കിടക്ക് വെച്ചാ നെല്ല് കുറച്ച് കിടക്കേ. നിങ്ങളുടെ അണ്ണക്കുട്ടിയാണ്. അന്നത്തെ കുഞ്ചിയുള്ളൂ. തലക്കം മാറ്റി നെല്ലും വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കണം പറയും. പിന്നെന്ത് നെല്ലും കുറച്ച് കൊടുക്കണം. ഞാനും മരിപ്പിന് വന്നു. കൊമ്പൻ കൂട്ടി വീടാണ്ട് നോക്കട്ടെ. കോമ്പന് പോലെ അതല്ല, ഞാൻ മരിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്താ ജനങ്ങൾ അവിടെ, എത്രയോ ജനങ്ങൾ കൂടിയിരിക്കുന്നത്. ഞാൻ മരിപ്പിന് വന്നു. ആ ജനങ്ങളുടെ ഇടയിൽ കൂടെ നിങ്ങളെ ഒന്ന് വന്ന് കാണണോ ആസ്വദിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല. എന്താ കാരണം പറഞ്ഞ ഞാൻ ഇടയിൽ അതല്ലാന്ന് ഒന്ന് വരുന്നത് നിങ്ങളെ ഒന്ന് കാണണം വിചാരിച്ചു. പക്ഷെ എനിക്ക് പറ്റിയില്ല. അന്നേ ദിവസം ദൂരക്കാലം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദൂര സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയോ? ലോറി ഗ്രാമല്ല,
എനിക്കൊരു കളി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തരുമോ, ഞാൻ മരിപ്പ് കണ്ടുകൊണ്ട് വരാൻ പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ അവിടെ വന്ന് നോക്കുമ്പോ സിറ്റുവേഷൻ ഭയങ്കര മോശം. അപ്പൊ ഞാൻ തരുമോ? അപ്പൊ അവിടുത്തെ തിരക്കും എല്ലാം കൂടി കണ്ടപ്പോഴേ എനിക്ക് അവിടെ പെട്ടെന്ന് വരാൻ തോന്നിയില്ല. പിന്നെ ഞാനും ചെയ്തു, ഞാൻ ആ ബോഡി എടുത്തതും ഞാൻ നടന്നു. കൂടി പോടി കണ്ടപ്പോ എനിക്ക് താല്പര്യം മറ്റു കാണാൻ വന്ന കണ്ടിട്ട് ഉമ്മട്ട് കൂടി പോടുന്ന മര്യാദ പിന്നാലെ കൊടുക്കുക ബോഡി എടുത്ത് ഒറ്റ നടക്കും. എന്റെ മകൾ വേറെ വഴിവെച്ചിട്ടാണ് അതാ കാരണം. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? ബോഡി പറഞ്ഞ ഒന്ന് കണ്ട് അതല്ല, ഞാൻ മരിപ്പെടുത്തതും ഞാൻ നടന്നു. ഞാൻ 2 ദിവസം തപ്പി ഇപ്പൊ മരിപ്പ് കാണാൻ വന്നാൽ കണ്ടിട്ട് പോട്ടതും മര്യാദ മരിപ്പെടുത്തതും നടന്നു. മരിപ്പെടുത്തതും നടന്നു പറഞ്ഞു. ഞാൻ പുറക്കന്റെ കുട്ടിയാണ് ബാക്കി വെക്കണം. മരിപ്പെടുത്തൊക്കെ അതല്ലാന്ന്. അതായത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? അതല്ല, സമുദായക്കാരും ദേശക്കാരും കുടുംബക്കാരും ഒക്കെ കൂടി ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടി ആ മൃഗശരീരം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവര് പടികർത്തിയില്ലേ? ഓ, അന്ന് അയാൾക്ക് പരിപാടി ഉണ്ടായിരുന്ന എന്താ സബോർക്കുന്ന സമയത്ത് മൃദുങ്ങ് കൊടുത്തവേ? മൃഗമല്ല, 6 മണി എടുത്തിട്ട് പോയി പറയും മൃഗം കൊടുത്തിട്ട്. നിങ്ങളുടെ കൂട്ടം കേട്ട ആൾക്കാർ ചിരിക്കണേ കണ്ടില്ലേ? രണ്ടാമതോടെ കണ്ണാക്കിന് വന്നാണ്. അവര് പടി കടന്നു, ഞാനും അവരുടെ ഒപ്പം പോയി. പിന്നെ കടി വരണം, നിങ്ങളൊന്ന് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. വരായിരുന്നില്ലേ? പക്ഷെ പറ്റിയില്ല. അതെ, പക്ഷെ കുട്ടിയൻ മരിച്ചു പറഞ്ഞപ്പോ ഭയങ്കര സങ്കടമൊക്കെ ആയി. പക്ഷെ നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നല്ലോ. നന്നായി, കണ്ടിട്ടില്ല. എന്നാ നിങ്ങൾ എന്നെ കൊണ്ടാ പറയുന്നത്? ഞാൻ അന്ന് വന്ന് കാണുന്ന സമയത്ത് അവള് ഭയങ്കര പൊടിയായില്ലേ? അല്ല, നീ അന്ന് വന്നപ്പോ ഞാൻ ആദ്യം കെട്ടി തന്നത്. അല്ല, നൂലിപ്പൊട്ട് വീട്ടിൽ തന്നത്. അന്ന് കാണുമ്പോ ഞാൻ വളരെ ചെറുതായിരുന്നു അവള്. കണ്ടില്ലേ കലമകള്? എന്റെ മകള് പറഞ്ഞ മകളാണത്. നല്ല പോലെ ഞാൻ എല്ലാവരും പറയുമ്പോഴേ ഞാൻ എന്റെ മകളെ പെട്ടത്. നിങ്ങൾ അതിശയം പറയുകയാണല്ലോ. എങ്ങനെ ബന്ധപ്പെട്ടമാ? ഇവിടെ ബന്ധപ്പെട്ടതാ. എങ്ങനെ പറ്റിയത്? നന്നായിട്ട് ഞാൻ 16 മാസം ഏറ്റിട്ട് വന്ന് വെച്ചതാണ്. ആവോ തള്ളേ, ഒരു 4 മാസം കൂടി കാത്താണെങ്കിൽ 2 കുട്ടിയായില്ലേ? എനിക്ക് ഒപ്പഴും ലാഭം നോക്കണം. 16 മാസമല്ല, 10 മാസം പറയും. അതെ, ഞാൻ എന്റെ സൗകര്യം നോക്കിയതാ. നിങ്ങളുടെ സൗകര്യം നോക്കിയതാ? എന്റെ സൗകര്യം നോക്കിയാ പറഞ്ഞ ഭാഗമല്ല. 10-ാം മാസത്തെ പറ പറഞ്ഞു 2 തള്ളമാരെയും ഇങ്ങോട്ട് 1 ലിറ്റർ എണ്ണയും വാങ്ങി 1 പുല്ലുകായും വാങ്ങി അതായിപ്പോയി കലമകന് എനിക്ക് അന്നെ തട്ടി തൊടാൻ പറ്റാതെ അത്രയ്ക്ക് കരിയുണ്ട. അങ്ങനെ ഞാൻ 12-ാമത്തെ മാസത്തെ പറ പറഞ്ഞു നോക്കുമ്പോ കലമകന് കൊയ്ത്തും മണിയും തിരക്ക്. അത് മകരമാസമല്ല അന്ന്. തിരക്കാണ്. അങ്ങനെയല്ലേ നെല്ല് കാറ്റത്തിടണം, കുറിച്ചെടുക്കണം. പിന്നെ ഞാനെന്ത് ചെയ്താൽ എന്റെ പേര് അടിച്ചത് കാലത്തേക്ക് നീട്ടി വെച്ചു. അതൊക്കെ സർക്കാർ ബന്ധാണ്. ആ ബന്ധിച്ചോളിൽ തന്നെ എന്റെ മക്കളുണ്ട്. അതാണ് ഇങ്ങനെ അവധി പറയണത്. അതാ കറയെ നിൽക്കുന്നുണ്ടോ? എന്നിട്ടിപ്പോ നിങ്ങളുടെ മകളിപ്പോ എന്ത് കാട്ടുന്നത്? എന്റെ മകളെ 16-ാമത്തെ മക്കളെ ഞാൻ കഴിച്ചതേ എന്റെ ആ കൂട്ടം കൊണ്ടുവന്നല്ലോ. അമ്മക്ക് കുറെ ദിവസമായിട്ട് സുഖമില്ലട കുട്ടി. എന്താ തള്ളേ കാറ് പറയണ? എന്റെ മകന്റെ അപ്പന് സുഖമില്ല. നിങ്ങളെന്താ പറഞ്ഞ തിരുവാതിര കളി കളിക്കാൻ നിൽക്കുന്നത്? 5-6 മാസം വെച്ച ആന്തരെ കടത്തിലായിട്ട് ആന്തറിയില്ല. ഹൈദരാബാദ് ഡബിളെ കൊണ്ട് കൊടുത്തില്ല. ഒഴിവായി ചുപ്പറ കറക്റ്റായി. വെറുമുണ്ടതിന് മൂച്ചിലല്ല പ്ലാവിലായ. നിങ്ങൾ എന്താ അവിടെ പോയി കാണിച്ചത്? കാണിച്ചത് എനിക്ക് എത്ര വേണം? എനിക്കെന്താ മാലക്കട നാട്ടുകാരുടെ പട്ടിക അങ്ങനെ പോയി ചെയ്യുന്നത്? നല്ല കാലം പേച്ചുകാലത്തേക്ക് ഒന്നും വേണ്ടാന്ന് ബോണിന് വേണം, പാടെങ്കിൽ ബാക്കി
വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട പറയും. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഞാനല്ല അടുത്ത് നിൽക്കുന്നത്. എന്നെ കൊണ്ട് ഒരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞൂടെ? പറഞ്ഞാലോ നിങ്ങൾക്ക് അങ്ങനെ മുട്ടി നിൽക്കുകയാണെങ്കിലോ എന്നെ കൊണ്ട് പറയും. ഞാൻ മെല്ലെ കൈ പിടിച്ച് ആ ഇരുത്തോണ്ടാക്കില്ലേ. ഭാര്യക്കാർക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയ കല്ല അവൻ കൈപ്പിടിച്ച എത്തത്ത് കൊണ്ടാ. നിങ്ങള് വയസ്സായതല്ലേ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്നേഹം കൊണ്ട് അതെ. നിങ്ങൾ പോയി നിങ്ങൾ കണ്ണും കടപ്പിയും കാണാണ്ടായി എത്തിലെ കുണ്ടിലെ മടയിലെ പോയി നിങ്ങൾ കാര്യം കൊടുക്കാലോ. എന്താണ് കുണ്ടിക്കൊണ്ട് കാര്യം തമിഴക്കണ്ടാണ്. അതല്ല വൈദ്യുതി കത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ അപ്പം മരിച്ചു പോയി മകളെ കെട്ടിക്കൊടുത്തു. അവളെ കൊടുത്തൂലേ? ഓ അപ്പൊ നിങ്ങക്ക് പഴയ പോലെ ഇപ്പൊ തറ നടക്കണ്ട. പഴയ വലുപ്പം തറയില്ലാന്ന് വെച്ചനേരോ ചുള്ളുകൾ പഠിച്ച അതല്ല നിങ്ങളിപ്പോ തറയ്ക്ക് പോണ്ട കേട്ടാ. അതല്ല നിങ്ങൾ എപ്പോഴും വെളിക്ക് പോണ്ട. അഥവാ വെളുത്തൊക്കെ സാധാരണ പോണ തന്നെ അഥവാ പോണില്ല പറഞ്ഞ തൈ ദിവസം അടിച്ച് ഒരു പഴക്കം കച്ചാളത്തിൽ അതല്ലാന്ന് നിങ്ങളുടെ കെട്ടിയവനില്ലേ, അതായത് ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാൾ പോണ സമയത്ത് ഒരുപാട് ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട് ഇല്ലേ? പിന്നെ അത് ഇപ്പോഴും നടക്കണ്ട. നിങ്ങൾ അതും കൊണ്ട് നടക്കണ്ട. അയാളുടെ കാര്യം കൊണ്ടാ. അതല്ലാണ് അപ്പന് പറഞ്ഞ അന്ന് പള്ളത്തേരി മുക്കിൽ അന്ന് കടയായിരുന്നില്ലേ? അയാൾക്കന്ന് പള്ളത്തിന് മുക്കിലാ കടത്തല് ശരിക്കും വീട്ടിൽ വന്ന് ഒരേ തിരുമ്പലാണ്.